ഇന്നലെ ഒരു വീട്ടിലെ ഒരു മുറിക്ക് തീപിടിച്ചു. കോഴഞ്ചേരി സ്വദേശി മാത്യു തോമസിന്റെ വീട്ടിലാണ് തീപിടിച്ചത്. തീ പടർന്നയുടൻ രണ്ടുപേരും വീടിന് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവരാം എന്താണ് സംഭവിച്ചത് എന്ന്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ മാത്യു തോമസ് എന്ന ആളുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി 8:45 തീപിടുത്തമുണ്ടായത്. മുറിക്കുള്ളിലുണ്ടായിരുന്ന AC-യിൽ നിന്നും തീ പടരുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാൻ സാധിക്കും. തീ പിടിച്ച AC അത് ഈ മുറിയിലാണ് ഉണ്ടായിരുന്നത്. മുറിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും കത്തി നശിച്ചു. കട്ടിൽ, മേശ, കസേര, അങ്ങനെ ഫർണിച്ചർ വസ്തുവകകൾ എല്ലാം കത്തി നശിച്ചു. ഇപ്പോൾ മാത്യു തോമസ് നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ എപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു 8:45 രാത്രി. AC-യിൽ നിന്നും പുക വരികയായിരുന്നു. AC-യിൽ നിന്ന് പുക വരായിരുന്നു. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണെന്നാണ്. അവിടുന്ന് തീ പിടിച്ചിട്ട് കർട്ടന് ഒക്കെ തീ പിടിച്ചു. അതിൽ നിന്ന് തീ പിടിച്ച് പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഓടി. ഇന്നലെ എത്ര സമയമായിട്ട് AC ഓണാക്കിയിട്ടിരിക്കുകയായിരുന്നു? ഒരു കത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ്, അരമണിക്കൂറേ ഉള്ളു. പകൽ സമയമൊക്കെ ചൂടാക്കി? പകലൊന്നും ഇടത്തില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു മുറിയിൽ? എന്തൊക്കെ ഉണ്ടായിരുന്നു മുറിയിൽ? കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ, 3-4 വളയുണ്ടായിരുന്നു, ഒരു മോതിരം ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടി. പിന്നെ പാസ്പോർട്ടൊക്കെ അൽമാരിയിലാണ്. അത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഫർണിച്ചർ, വുഡൻ ഫർണിച്ചറാണ് കത്തി നശിച്ചപ്പോൾ. മറ്റു മുറിയിലേക്കൊന്നും തീ പടർന്നില്ല? മറ്റു മുറിയിലേക്ക് തീ പടർന്നില്ല. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്നു പത്തനംതിട്ട. ഇത് എത്ര പഴക്കമുള്ള AC ആണത്? എത്ര കാലം പഴക്കമുള്ള AC ആണ്? ഇതൊരു 10 വർഷത്തിലധികം, 10-12 വർഷമാണ്. എല്ലാ വർഷവും സർവീസ് ചെയ്യുന്നത്. ഈ വർഷം മാത്രം സർവീസ് ചെയ്തില്ല. ഇപ്പം സർവീസ് ചെയ്തിട്ട് 2 വർഷമായി. അപ്പോൾ നമ്മോടൊപ്പം AC മെക്കാനിക്ക് ജോൺസൺ കൂടിയുണ്ട്. ഇതിപ്പോൾ പഴക്കമുള്ള AC ആണെന്ന് പറയുന്നു. ഒരു പക്ഷേ പഴക്കമായിരിക്കുമോ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടിന് കാരണം? അതും ഒരു കാരണമാണ്. പിന്നെ ഷോർട്ട് സർക്യൂട്ടാണ് മെയിനായിട്ടുള്ള കാരണം. ഇതിപ്പം ഇൻഡോറിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് മോട്ടർ, ഇൻഡോറിൽ ബ്ലോവർ മോട്ടർ വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഷോർട്ടിങ് ഉണ്ടായതെന്നാണ് നിഗമനം. എന്താണ് AC-യിൽ എന്താണ് സംഭവിക്കുക? കാലപ്പഴക്കം ചെല്ലും തോറും എങ്ങനെയാണ് അപകട സാധ്യത എങ്ങനെയാണ് കൂടുക? കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ 6 മാസം അല്ല 3 മാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യേണ്ടതാണ്, ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയാൽ അങ്ങനെ പ്രശ്നങ്ങൾ വരുമല്ലോ. കറക്റ്റായിട്ടുള്ള സർവീസാണ് ബെറ്റർ. പിന്നെ വയറിങ് ശ്രദ്ധിക്കണം. വയറിങ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, AC ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ AC കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്തിരിക്കണം. അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുമ്മും. എന്നിട്ട് പറയും ഇതെന്താ തുമ്മിക്കൊണ്ടിരിക്കുന്നത്, ഫിൽറ്റർ മൊത്തം പൊടിയാണെന്നേ. ഇടയ്ക്കൊരു 6 മാസം, ശരിക്കും പറഞ്ഞാൽ ഓരോ മാസം കൂടുമ്പോഴും ഫിൽറ്റർ എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ അത്രയും നല്ലത്. 2 മാസമെങ്കിലും കൂടുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. സർവീസിന് ആളെ വിളിക്കുക. 2 വർഷമായിട്ട് സർവീസ് ചെയ്തില്ല എന്ന് പറഞ്ഞതും ഒരു പക്ഷേ ഈ ഷോർട്ട് സർക്യൂട്ടിന് കാരണമായിട്ടുണ്ടാവാം. അതേപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് 25-നും 26-നും ഇടയിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 25-26 അതിനും താഴ്ത്തി നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക പരമാവധി.